എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയപ്പം പെട്ടെന്ന് വീഡിയോയോടെ എടുത്തേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടാലോ? നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. നമുക്കിന്ന് പൊതിച്ചോറാണ്. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് ചോറ് നമ്മൾ പ്ലേറ്റിലൊക്കെ വിളമ്പി കഴിക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഒരു പൊതി കെട്ടി കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഫീലാണ്. ഇല കിട്ടിയില്ലായിരുന്നു, അത് കാരണം കൊണ്ട് നമ്മൾ ഫോയിൽ പേപ്പറൊക്കെയാണ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പം മക്കൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇലയാണെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാണ്. അപ്പം ഇലയില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ന്യൂസ് പേപ്പർ നമ്മൾ ഇല്ലായിരുന്നു, അത് കാരണം കൊണ്ട് നമുക്ക് ഓഫർ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓഫർ പേപ്പർ ആണെങ്കിൽ വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് മുകളിലൊരു ഫോയിൽ പേപ്പർ കൂടി ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബട്ടർ പേപ്പർ കൂടെ വെച്ചു. കാരണം ഫോയിൽ പേപ്പർ ചിലപ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് ഇത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഇതിപ്പോൾ ഈ ഇങ്ങനെ ബട്ടർ പേപ്പർ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സലീം കുമാർ ഏതൊരു സിനിമയ്ക്കകത്താണെങ്കിൽ പായ ഇങ്ങനെ നൂത്തിടുമ്പം അതിങ്ങനെ മടങ്ങി വരത്തില്ലേ, എന്നിട്ട് വീണ്ടും ആണെങ്കിൽ പിന്നെ അരകല്ലെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് കിടക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇത് പിന്നെ ഫുള്ളാണെങ്കിൽ 1-2 പ്രാവശ്യം അങ്ങനെ വെച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ശരിയാക്കി പിന്നെ വെച്ചു. പിന്നെ ഇത് വിഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് റെഡിയാക്കിയെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പൊതിച്ചോറ് കിട്ടുന്ന മാത്രം ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊന്നും ഓർത്തില്ല. പെട്ടെന്ന് പൊതിച്ചോറായാലും കെട്ടണമെന്നൊന്നും ഓർത്തില്ല, പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ആണെങ്കിൽ തന്നെ ലാസ്റ്റ് പിന്നെ ചമ്മന്തി അരച്ചു. അതുപോലെ തന്നെ തോരനുണ്ടായിരുന്നു, പയറ് തോരൻ കണ്ടോ, പയറ് തോരനുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത് പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചമ്മന്തിയും പയറ് തോരനും ഉണക്കമീൻ വറുത്തതും മാത്രം വെച്ചിട്ട് മക്കൾ ഉണ്ണത്തില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു പൊതിച്ചോറങ്ങ് കെട്ടിയേക്കാവുന്നത്. പൊതിച്ചോറിലെല്ലാം കൂടി ഇങ്ങനെ പൊതിയായിട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവും, അവർ കഴിക്കും. അന്നേരം ഓർത്ത് എന്നാൽ പൊതിച്ചോറല്ലേ, എന്നാൽ ഒരു മുട്ടയും പൊരിച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയും കൂടെ അങ്ങ് റെഡിയാക്കാമെന്ന് ഓർത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിനകത്ത് ചോറ്, ഉണക്കമീൻ വറുത്തു, അതുപോലെ തന്നെ ചമ്മന്തി, മുട്ട പൊരിച്ചത്, പയറ് തോരൻ, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇത് നന്നായിട്ട് പൊതിഞ്ഞ് അടച്ച് വെച്ചു. ഞാനാണെങ്കിൽ ഈ പൊതിച്ചോറ് കെട്ടുന്ന ഒരു മനസ്സിലിങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അടുക്കളയുടെ വാതിലങ്ങ് പൂട്ടിയിട്ടു. കാരണം ഞാൻ ഓർത്ത് ഇവർക്കൊരു സർപ്രൈസ് പോലെ കൊടുക്കാം. അപ്പം അവർക്കത് നമുക്കാണെങ്കിൽ ഒരു സർപ്രൈസ് കിട്ടുന്നതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഞാൻ ഓർത്തു സർപ്രൈസ് കൊടുക്കാമെന്ന് ഓർത്തിട്ട് കഥയൊക്കെ ആണെങ്കിൽ അടച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പിന്നെ പേപ്പറിന് ഒരുപാട് വലിപ്പം ഇല്ലാത്തതുകൊണ്ട് പൊതിഞ്ഞൊരു വിധത്തിലാണ് ഞാൻ ഒപ്പിച്ച് വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ റബ്ബർ റിപ്പുണ്ടായിരുന്നു, റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഫുൾ അഴിഞ്ഞു വരും. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയയും സർപ്രൈസ് കൊടുക്കുന്ന എല്ലാം കുളമാവും. അത് കാരണം കൊണ്ട് ജസ്റ്റ് ഞാനതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പൊതിച്ചോറായിട്ട് ഇത് കഴിക്കുന്നത്? ഇഷ്ടമാണോ? നമ്മളെങ്ങനെ പ്ലേറ്റിലൊക്കെ വിളമ്പി കഴിക്കുന്നതും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊതിയൊക്കെ കെട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര രസമല്ലേ. ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ സ്കൂളിൻ്റെ ഓർമ്മകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മൾ പൊതിയാണെങ്കിലും ഇങ്ങനെ ചോറൊക്കെയാണെങ്കിലും പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുന്നതൊക്കെ സ്കൂളിലല്ലേ. പിന്നെ സ്കൂളിലാണെങ്കിലും മെയിനായിട്ട് ഇലയിൽ ചോറൊക്കെ കൊണ്ടുപോകുന്നതിന് മെയിനൊരു കാരണം പാത്രം കഴുകണ്ടായല്ലോ ഉച്ചയ്ക്ക്. അവിടെ തെള്ളി നിന്ന് പൈപ്പിൻ്റെയൊക്കെ ചോട്ടിൽ തെള്ളി പിടിച്ച് നിന്നിട്ട് ഈ പറഞ്ഞ പോലെ പാത്രമൊക്കെ കഴിയുമ്പോഴത്തേന് ആ സമയം നമുക്ക് ലാഭിക്കാം. ഇതാകുമ്പോൾ ആണെങ്കിൽ അങ്ങോട്ട് കളഞ്ഞേച്ചാൽ മതിയല്ലോ. അതായിരുന്നു മെയിൻ ഒരു എയിം. പിന്നെ അന്നൊന്നും ആണെങ്കിൽ ഈ പൊതിച്ചോറിൻ്റെ മണം അല്ലെങ്കിൽ അതൊന്നും അത്രയും കൊണ്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ആണെങ്കിൽ പൊതി കെട്ടിയിട്ട് ഞാൻ അതിനകത്ത് പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾ ഉണക്കമീൻ കൂട്ടത്തില്ല, അപ്പോൾ അവർക്ക് ഉണക്കമീനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവരവർക്ക് കഴിക്കാവുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാൻ ഒരുപാട് ചോറ് അങ്ങനെയൊന്നും വെച്ചില്ല. നമുക്കിപ്പം മക്കൾക്കാണെങ്കിൽ ഈ പറയുന്ന കൂട്ടാനും കറികളും ഒക്കെ ആണെങ്കിൽ ഒരുപാട് വെച്ചിരുന്നാൽ അത് വേസ്റ്റാക്കി കളയും. അപ്പോൾ അത് കാരണം കൊണ്ട് അവരവർക്ക് കഴിക്കാവുന്ന രീതിയിൽ വെച്ചിട്ട് അവർക്ക് ഞാൻ പേരെഴുതി, എല്ലാവർക്കും പേരെഴുതിയാണ് വെച്ചത്.
പിന്നെ അതുപോലെ തന്നെ ഈ പയറുതോരനൊക്കെ ആണെങ്കിൽ ഇവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ പൊതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ഉണ്ടോ പൊതിയൊക്കെ ഇങ്ങനെ കെട്ടി ഭംഗിയായിട്ട് വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഫ്രിഡ്ജിൻ്റെ മുകളിലാണെങ്കിൽ പാത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏബിൾ വന്നിട്ടത് കണ്ടുപിടിച്ചു. കാരണം ഞാൻ എന്നിട്ട് അവനെ ജസ്റ്റ് ഒന്ന് എന്തോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവനെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നോക്കിയപ്പം ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാനൊരു പാത്രത്തിലൊക്കെ വെച്ച് മാറ്റി അടച്ചു വെച്ചത്. പക്ഷെ അവൻ എങ്ങനെയോ കണ്ടുപിടിച്ചു. അപ്പോഴത്തേരാണെങ്കിൽ എല്ലാവരും അവനാണെങ്കിൽ പിന്നെ ആദ്യമൊക്കെ കുറച്ച് നേരം ഞാൻ പറഞ്ഞു ആരോടും പറയലേ, നമുക്ക് ചോറെടുക്കാൻ നേരം പറയാമേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനത് അതിന് മുന്നേ എല്ലാം റിവീൽ ചെയ്തു. അത് കാരണം കൊണ്ട് ആ സർപ്രൈസ് അങ്ങ് പൊളിഞ്ഞു. പക്ഷേ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.